ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ എന്നാൽ ഈ മഹാകുംഭമേളയ്ക്കിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട അപകടം അഭ്യൂഹങ്ങളൊന്നും വിശ്വസിക്കരുത് എന്നാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറയുന്നത്. അപ്പോൾ തീർത്ഥാടകർക്ക് സുഗമമായിട്ടുള്ള സ്നാനഘട്ടിലേക്ക് പ്രവേശിക്കാനുള്ള എല്ലാ രീതികളും ചെയ്തിട്ടുണ്ട്, എല്ലാ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഒപ്പം അടുത്തുള്ള സ്നാനഘട്ടിൽ തീർത്ഥാടനം നടത്തി മടങ്ങിപ്പോണം. പ്രധാന സ്നാനഘട്ടിൽ തീർത്ഥാടനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വാശി തീർത്ഥാടകർ കാണിക്കരുത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം സ്ഥിതിഗതികളൊക്കെ തന്നെ പ്രധാനമന്ത്രി അടക്കം വിലയിരുത്തിയിട്ടുണ്ട് എന്നും ഇപ്പോൾ യോഗി ആദിത്യനാഥ് പ്രതികരിക്കുകയായിരുന്നു മാധ്യമങ്ങളോട്. എന്നാൽ ആ വാർത്തയിലേക്ക് തന്നെയാണ് പോകുന്നത്. മഹാകുംഭമേളയിൽ വൻ തിരക്കാണ് ഉണ്ടായിരിക്കുന്ന അമൃതസ്നാനത്തോടനുബന്ധിച്ച്, രണ്ടാം അമൃതസ്നാനത്തോടനുബന്ധിച്ച് തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. വിശദാംശങ്ങൾ നൽകാനായിട്ട് ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, അല്പസമയത്തിന് മുൻപാണ് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രതികരിച്ചത്. അഭ്യൂഹങ്ങളാണ്, അതിൽ നിന്നും തന്നെ ആരും വിശ്വസിക്കരുത്. തിരക്കുണ്ട്, അത് നിയന്ത്രണ വിധേയമായിട്ട് കൊണ്ടുപോകേണ്ടത് തീർത്ഥാടകരുടെ കൂടെ ഒരു കടമയാണ്. സുഗമമായ ഒരു തീർത്ഥാടനം തന്നെയാണ് കുംഭമേളയിൽ പ്രതീക്ഷിക്കുന്നത് എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. അപ്പം ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി അടക്കം ഇടപെട്ടിട്ടുണ്ട്, വിശദാംശങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ദ്രുതഗതിയിൽ നടപടി സ്വീകരിച്ചു എന്ന് കൂടെ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസും UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ ഓഫീസും അറിയിച്ചിട്ടുണ്ട്. രജനി, മഹാകുംഭമേളയിൽ പുണ്യഭൂമിയിലേക്ക് കോടിക്കണക്കിന് ഭക്തരുടെ ഒഴുക്കാണ് ഇന്നലെ രാത്രി മുതൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് മൗനി അമാവാസി അമൃത സ്നാനത്തോടനുബന്ധിച്ച് ഇന്നലെ രാത്രി മുതൽ കോടിക്കണക്കിന് ഭക്തർ പ്രയാഗ്രാജിലേക്ക് എത്തി. ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ ഏറ്റവും ഒടുവിൽ അറിയിച്ചിട്ടുള്ള കണക്കുകൾ പ്രകാരം ഇന്ന് രാവിലെ മുതൽ ഈ ഒരു സമയം വരെ 10 മണിക്ക് മുൻപായി 3 കോടി തീർത്ഥാടകരാണ് ഗംഗയിൽ മുങ്ങി ഇന്ന് ഈ അമൃത സ്നാനത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. ഏകദേശം സർക്കാരിൻ്റെ കണക്കുകൾ പ്രകാരം നിലവിൽ പ്രയാഗ്രാജ്, ഈ പുണ്യഭൂമിയിൽ പ്രയാഗ്രാജിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിലായി 10 കോടിയിലധികം ആളുകളുണ്ട്. അത് സ്നാനം ചെയ്യുന്നതിനായും സ്നാനം ചെയ്ത് മടങ്ങുന്നവരും ആകെ തീർത്ഥാടകരായി ഏകദേശം 10 കോടിയോളം തീർത്ഥാടകർ, ഭക്തർ കുംഭമേളയ്ക്കായി ഇന്നത്തെ ഈ ദിവസം പ്രയാഗ്രാജിലുണ്ട് എന്നുള്ളതാണ് സർക്കാരിൻ്റെ കണക്കുകൾ. അതുകൊണ്ട് വലിയ രീതിയിലുള്ള തിരക്ക്, നിയന്ത്രണത്തിനും അപ്പുറത്തേക്ക് സർക്കാർ സംവിധാനങ്ങൾക്കും പോലീസിനും നിയന്ത്രണത്തിനും അപ്പുറത്തേക്കുള്ളൊരു വലിയ ഭക്തരുടെ ഒഴുക്ക് പ്രയാഗ്രാജിലുണ്ട്. എന്നാൽ ഭക്തർ ഇക്കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളോട് കൃത്യമായിട്ടുള്ള സർക്കാർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടുള്ള സ്നാനം നടത്തി കുംഭമേളയിൽ പങ്കെടുക്കണം എന്ന ആഹ്വാനമാണ് ഇപ്പോൾ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഒപ്പം സന്യാസി സമൂഹവും ആവശ്യപ്പെട്ടിട്ടുള്ളത്. ത്രിവേണി സംഗമത്തിലേക്ക് എത്തി സ്നാനം നടത്തുക എന്നതിന് പകരം 20 കിലോമീറ്ററിലധികം പുണ്യസ്നാനം ചെയ്യുന്നതിനുള്ള സജ്ജീകരണം നിലവിൽ ഈ ഗംഗാ തീരത്ത് ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ 20 കിലോമീറ്റർ ദൂരത്തിൽ എവിടെ വേണമെങ്കിലും ഇന്ന് സ്നാനം ചെയ്തുകൊണ്ട് കുംഭമേളയിൽ പങ്കെടുക്കാൻ സാധിക്കും. ഒപ്പം മൗനി അമാവാസിയുടെ മുഹൂർത്തം പരിശോധിക്കുമ്പോൾ ഇന്ന് രാത്രി വരെ അതിനുള്ള മുഹൂർത്തമുണ്ട്. അതുകൊണ്ട് രാവിലെ തന്നെയും സ്നാനം നടത്തി ഈ മൗനി അമാവാസി ദിനത്തിൽ അമൃത സ്നാനത്തിൽ പങ്കെടുക്കണമെന്നുള്ള നിർബന്ധമില്ല. അതുകൊണ്ട് രാത്രി വരെ ഇതിനുള്ള മുഹൂർത്തമുണ്ട്. അത് ഭക്തർ കണക്കിലെടുക്കണം, തിരക്ക് കണക്കിലെടുക്കണം. ഈ കാര്യങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ക്രമീകരണങ്ങൾക്ക് അനുസൃതമായി സ്നാനം നടത്തി മടങ്ങണം എന്ന ആഹ്വാനമാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഒപ്പം സന്യാസി സമൂഹവും ആവശ്യപ്പെട്ടിട്ടുള്ളത്. നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരു നഗരത്തിലേക്ക് കുംഭമേളയുമായി ബന്ധപ്പെട്ട് 10 കോടിയിലധികം തീർത്ഥാടകരാണ് എത്തിയിട്ടുള്ളത്. അതിൻ്റെതായ വലിയ തിരക്ക്, ഭക്തജന തിരക്ക് കുംഭമേളയിൽ അനുഭവപ്പെടുന്നുണ്ട്. തിരക്കിൻ്റെ ഭാഗമായും ചില അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപകടം നടന്നയുടൻ തന്നെ ദ്രുതഗതിയിൽ ഇടപെടുകയും രക്ഷാപ്രവർത്തനത്തിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയത്. ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങി രാജ്യത്തിന് ഭരണ നേതൃത്വം നൽകുന്നവർ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടും ഒപ്പം കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് തിക്കും തിരക്കിലും പെട്ടുണ്ടായിട്ടുള്ള അപകടത്തിൽ എന്തെല്ലാം നടപടികൾ സ്വീകരിച്ചു, ഒപ്പം നിലവിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച് വിശദമായ വിലയിരുത്തൽ നടത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉന്നതതല യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ക്രമീകരണങ്ങളിൽ മാറ്റം വരുത്തേണ്ടതുണ്ടോ? കാരണം ഇനിയുള്ള ദിവസങ്ങളിലും 3-ാം തീയതി അടുത്ത പുണ്യസ്നാനത്തിൻ്റെ ദിവസം വരുന്നുണ്ട്. അതുകൊണ്ട് ആ ദിവസത്തിലേക്ക് എത്തുമ്പോൾ പുതുതായി എന്തെങ്കിലും ക്രമീകരണങ്ങൾ നടത്തേണ്ടതുണ്ടോ, നിലവിലെ ക്രമീകരണങ്ങളിൽ എന്തെല്ലാം മാറ്റം വരുത്തണം എന്നത് സംബന്ധിച്ച് വിശദമായ ചർച്ചകൾക്കായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉന്നതതല യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഏതായാലും വലിയ ഭക്തജന തിരക്കാണ് കുംഭമേളയോടനുബന്ധിച്ച് പ്രയാഗ്രാജിൽ പുണ്യസ്നാനത്തിൽ പങ്കെടുത്തുകൊണ്ട് കുംഭമേളയുടെ ഭാഗമാകുന്നതിനായി ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് തീർത്ഥാടകർ എത്തിയിട്ടുള്ളത്. ഇന്ന് രാവിലെ മുതൽ
ഈ ഒരു സമയം വരെ 10 മണിക്ക് മുൻപായി മാത്രം 3 കോടി ഭക്തർ പുണ്യസ്നാനം ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ അതിൽ എത്രത്തോളം തിരക്ക് എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഏകദേശം 10 കോടിയിലധികം ഭക്തരാണ് പ്രയാഗ്രാജ് നഗരത്തിൽ കുംഭമേളയ്ക്കായി എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. വലിയ തിരക്ക് തന്നെയാണ് ഈ മഹാകുംഭമേളയിൽ മഹാസംഗമത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ തിരക്ക് നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അല്പസമയത്തിന് മുൻപ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറയുന്നത്. സ്ഥിതിഗതികളൊക്കെ തന്നെ പ്രധാനമന്ത്രി നേരിട്ട വിലയിരുത്തുന്നുമുണ്ട്. ഈ അഭ്യൂഹങ്ങളൊന്നും തന്നെ വിശ്വസിക്കരുത് എന്നടക്കമുള്ള കാര്യങ്ങളും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു.